നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഒന്ന് പരിശോധിച്ചു പോകാം. ഹാസ്യപ്രിയോ വിനീതോ ബഹുമിത്ര ക്ലേശവാൻ കൃതജ്ഞശ്ച അടനോ ബലവാൻ സുഭഗോ വിനയ ദയാധർമ്മവാൻ സ്തതം വൈശ്യേ എന്നാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പരിഹാസത്തിലോ ഹാസ്യ രൂപത്തിലോ പ്രിയത്വവും സുശിക്ഷത്വവും ഉള്ളവരായിരിക്കും. കൂടാതെ വളരെ ക്ലേശങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കൾ ഉണ്ടാകുകയും ഉപകാര സ്മരണയുള്ളവരായിട്ടും സഞ്ചാരികളായിട്ടും സൗന്ദര്യമുള്ളവരായിട്ടും ബലവാന്മാരായും വിനയമുള്ളവരായും ദയുള്ളവരായും ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവരായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ഉത്രാട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉത്രാട നക്ഷത്രത്തിന്റെ 1-ാം പാദം ധനുക്കൂറിലും ബാക്കി 3 പാദങ്ങളും മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. ധനുക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ആനുകൂല്യം കൂടുതലായിട്ട് ലഭിക്കുന്ന വർഷമാണ്. അഭീഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം കൂടുതലായിട്ട് നിറവേറ്റാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1201 പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയത്തിലൂടെ അധികാര ലബ്ധി ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. കാലത്തിന്റെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം മുന്നേറാനും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും മനസ്സും ഉത്രാട നക്ഷത്രക്കാർ പുതുവർഷത്തിൽ പ്രകടമാക്കുന്നതാണ്. ധനുക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ നേരിടാനും സാഹചര്യമുണ്ട്. എന്നാൽ മകരക്കൂറുകാർക്ക് ആ തടസ്സങ്ങൾ ഉണ്ടാകണമെന്നില്ല. അധ്വാന ഭാരം പൊതുവെ വർദ്ധിപ്പിച്ചേക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ അനേകം കടമ്പകൾ കടന്നു വേണം മുന്നോട്ട് പോകാനായിട്ട്. വീട് നിർമ്മിക്കാനും വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. സ്ഥിര വളർച്ച എന്നത് അല്പം ഒന്ന് മെല്ലെ പോയേക്കാമെങ്കിലും അത് വളരെയേറെ ഭാവിയിലേക്ക് സുരക്ഷിതമായി സ്ഥിരമായി ലഭിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രണയകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിഘ്നങ്ങൾ സംഭവിക്കാം, വേർപിരിയലുകൾ ഉണ്ടാകാം, അതിന്റെ മനോവിഷമവും ഉണ്ടാകാം. വരുമാന മാർഗങ്ങളൊക്കെ ഉയരുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ലാഭവിഹിതത്തിൽ അല്ലെങ്കിൽ മിച്ചം പിടിക്കുന്നതിൽ കുറവുകൾ വന്നേക്കാം. എന്നിരുന്നാലും ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല മനോകാമനകളും പൂർത്തിയാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഉത്രാട നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് നക്ഷത്രത്തെ കുറിച്ച് വളരെയേറെ അറിവുകൾ പകർന്നു നൽകും. നന്ദി, നമസ്കാരം, ശുഭദിനം.